മുഖ്യമന്ത്രി പിണറായി വിജയന് നന്ദി പറഞ്ഞ് താമരശ്ശേരി രൂപത ബിഷപ്പ് മാർ റെമിഞ്ചിയോസ് ഇഞ്ചനാനിയൽ വന നിയമ ഭേദഗതി നടപ്പാക്കില്ല എന്ന തീരുമാനം വലിയ ആശ്വാസം നൽകുന്നതാണ്. തങ്ങളുടെ വേദനകളും പ്രയാസങ്ങളും മുഖ്യമന്ത്രി മനസ്സിലാക്കിയെന്നും ബിഷപ്പ് പറഞ്ഞു. PV അൻവറിൻ്റെ രാജി ഭേദഗതി പിൻവലിക്കാൻ കാരണമായോ എന്ന ചോദ്യത്തിന് അതിനു മുൻപേ തന്നെ ഭേദഗതി പിൻവലിക്കുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിരുന്നുവെന്നും ബിഷപ്പ് പറഞ്ഞു. ഈ തീരുമാനം വളരെ സ്വാഗതാർഹം. ഞങ്ങൾക്ക് വലിയ ആശ്വാസമായി. ഞങ്ങളുടെ കർഷകരുടെ പാവപ്പെട്ടവരുടെ മേൽ വന്ന് വീണു എന്ന് ഞങ്ങൾ വിചാരിക്കുമ്പോൾ, ഭീതിയോടുകൂടി ഇരിക്കുമ്പോൾ ഒരു കുളിർ മഴ എന്നതുപോലെ വലിയ ആശ്വാസത്തിന്റെ ഒരു തെന്നൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഇന്നലെ പത്രസമ്മേളനത്തിലുള്ള പ്രഖ്യാപനം. അത് ഞങ്ങൾക്ക് വളരെ വളരെ സന്തോഷം. മുഖ്യമന്ത്രിയോട് നന്ദിയുണ്ട്. അതിലൊന്ന് PV അൻവർ നിലമ്പൂർ MLA രാജിവെക്കുന്നതിലേക്ക് നയിച്ച കാരണങ്ങളിലൊന്ന് അദ്ദേഹം പറയുന്നത് ഈ വനനിയമ ഭേദഗതി അടക്കമുള്ള പ്രശ്നങ്ങളാണ്. പക്ഷെ അതിനെല്ലാം മുമ്പ് തന്നെ മുഖ്യമന്ത്രി ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിരുന്നു. ഇത് നിയമം ഞങ്ങൾ പിൻവലിച്ചുകൊള്ളാം, നടപ്പിലാക്കുകയില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നു, സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ ബിഷപ്പിൻ്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. മേഘ വിശദാംശങ്ങളുമായി ചേരുകയാണ്. മേഘ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ അധികാരങ്ങൾ ഭാവിയിൽ ദുരുപയോഗിക്കപ്പെട്ടേക്കാം എന്ന ആശങ്ക ഉയർന്നു വന്നു. അത് ആ നിലയിൽ തന്നെ ഒരു ആശങ്കയും ഗൗരവമായി കാണുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഈ നിലയിൽ ഈ വന നിയമ ഭേദഗതിയുമായി മുന്നോട്ട് പോകില്ല, ആശങ്ക അകറ്റി മാത്രമേ നടപടികൾ ഉണ്ടാകൂ എന്ന ഉറപ്പ് മുഖ്യമന്ത്രി നൽകിയത്. എന്നാൽ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ചില മാധ്യമങ്ങളൊക്കെ നൽകുമ്പോൾ പറയുന്ന ഒരു കാര്യം വനത്തിൽ മനം മാറ്റം അല്ലെങ്കിൽ പിന്നോട്ടു പോക്ക് എന്ന നിലയിലാണ്. മറുഭാഗത്താകട്ടെ വലിയ തോതിൽ ഈ മുഖ്യമന്ത്രിയുടെ വാക്കുകളെ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതിനെ സ്വാഗതം ചെയ്തും നന്ദി പറഞ്ഞുമൊക്കെ ഇപ്പോൾ ഇവരൊക്കെ സംസാരിക്കുന്നത് നമ്മുടെ മുമ്പിലുണ്ട്. അവിടെയാണ് PV അൻവർ കാരണമാണോ ഇങ്ങനൊരു തീരുമാനമെടുത്തത് എന്ന ചോദ്യം പോലും ഉണ്ടാകുന്നത്. പക്ഷേ അതിനടക്കം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആശങ്കയ്ക്ക് സർക്കാർ നൽകുന്ന വലിയ പരിഗണന, അല്ലെങ്കിൽ ആ മലയോര ജനതയ്ക്കൊപ്പമാണ് സർക്കാർ എന്ന ഒരു വലിയ ആത്മവിശ്വാസം ആ മേഖലയ്ക്കാകെ ഉണ്ടാകുന്നു എന്നാണോ ബിഷപ്പിൻ്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്? ശരത്ത്, ഈ സർക്കാർ മലയോര ജനതയ്ക്കൊപ്പമാണ് എന്ന് ഒരിക്കൽ കൂടി കാണിച്ചു തരുന്ന നിലപാടാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന് തന്നെയാണ് താമരശ്ശേരി രൂപത ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു. മുഖ്യമന്ത്രി മലയോര ജനതയ്ക്ക് ഒപ്പമാണ്. ഒരു ഇടുത്തി വീഴുന്നത് പോലെ കർഷകരുടെ തലയ്ക്ക് മുകളിൽ അത് വന്നു നിൽക്കുമ്പോൾ ഒരു ആശ്വാസത്തിന്റെ കുളിർമഴയായി മുഖ്യമന്ത്രിയുടെ വാക്ക് മാറി എന്ന പ്രതികരണമാണ് ബിഷപ്പ് നടത്തിയത്. ഏതെങ്കിലും തരത്തിൽ നേരത്തെ തന്നെ ഈ നിയമം നടപ്പിലാക്കുമോ എന്ന ആശങ്ക ഉണ്ടായിരുന്നപ്പോൾ മുഖ്യമന്ത്രിയെ കൃത്യമായി തന്നെ കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു. അപ്പോഴും അദ്ദേഹം അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. തങ്ങളുടെ പ്രശ്നങ്ങൾ ഒക്കെ മുഖ്യമന്ത്രിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. മലയോര മേഖലയിലെ ജനങ്ങളുടെ, കർഷകരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മുഖ്യമന്ത്രിക്ക് കൃത്യമായി മനസ്സിലായി എന്നും ബിഷപ്പ് വ്യക്തമാക്കുന്നു. നേരത്തെ നമ്മൾ കണ്ടതാണ്, PV അൻവറിനു വേണ്ടി പല ചോദ്യങ്ങളും ഈ വാർത്താ സമ്മേളനത്തിൽ ഉയർന്നു വന്നു. അൻവർ രാജിവെച്ചത് കൊണ്ടാണോ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്ന ചോദ്യത്തോട് അതിനു മുൻപേ തന്നെ ഈ നിയമം നടപ്പിലാക്കില്ല എന്ന് മുഖ്യമന്ത്രി തങ്ങളെ നേരിട്ട് വിളിച്ച് അറിയിച്ചിരുന്നു എന്നതായിരുന്നു റെമിജിയോസ് ഇഞ്ചനാനിയൽ വ്യക്തമാക്കിയത്. PV അൻവറിനു വേണ്ടി പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു വന്നപ്പോഴും അൻവർ മാത്രമല്ല 140 MLA-മാരും തങ്ങൾക്കൊപ്പം നിൽക്കണം എന്നതാണ് തങ്ങളുടെ നിലപാട് എന്നുകൂടി ബിഷപ്പ് വ്യക്തമാക്കി. ഏതായാലും തങ്ങളുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും കൃത്യമായി മുഖ്യമന്ത്രിയെ അറിയിച്ചപ്പോൾ അതിന് ഒപ്പം നിൽക്കുന്ന, അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന കൃത്യമായ പ്രതികരണം കൂടിയാണ് ഈ റെമിജിയോസ് മാർ ഇഞ്ചനാനിയിൽ ഇന്ന് നടത്തിയിരിക്കുന്നത്. മേഘ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ PV അൻവറിൻ്റെ നിലപാട് കൊണ്ടാണ് ഇങ്ങനെയൊരു മനംമാറ്റം സർക്കാരിനുണ്ടായത് എന്ന നിലയിലേക്കുള്ളൊരു വ്യാഖ്യാനം രൂപപ്പെടുത്താനുള്ള ശ്രമത്തെയാണ് പൂർണ്ണമായും ഇല്ലാതാക്കിയിരിക്കുന്നത്. ആ നിലയിലുള്ള വളരെ വ്യക്തതയോടെയുള്ള ഒരു വിശദീകരണമാണ് താമരശ്ശേരി രൂപത ബിഷപ്പ് മാർ റെമിഞ്ചിയോസ് ഇഞ്ചനാനിയിൽ നിന്ന് ഇന്ന് രാവിലെ ഉണ്ടായത്. മേഘ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ, അതായത് അൻവർ ഈ നിലപാടൊക്കെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാര്യം ഇങ്ങനെയൊക്കെ പറയുന്നതിനും മുമ്പ് തന്നെ മുഖ്യമന്ത്രി തങ്ങളെ വിളിച്ച് ഇത്തരം ആശങ്കകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വന നിയമ ഭേദഗതിയുമായി മുന്നോട്ട് പോകില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു, മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിരുന്നു എന്ന് ബിഷപ്പ് പറയുന്നതോടുകൂടി തന്നെ മറ്റൊരു തരത്തിൽ നടത്താൻ അല്ലെങ്കിൽ ശ്രമിച്ചിരുന്ന
നിന്നൊരു സാധ്യത അല്ലെങ്കിൽ അത്തരമൊരു സാധ്യത തേടൽ പൂർണ്ണമായും ഇല്ലാതായി എന്നുള്ളതാണ്. മുഖ്യമന്ത്രി അതിനൊക്കെ മുമ്പ് തന്നെ ബിഷപ്പിന് അല്ലെങ്കിൽ ആ മേഖലയ്ക്ക് ഈ ഉറപ്പ് നൽകിയിരുന്നു. തങ്ങളുടെ ആശങ്കകൾ അത് ഗൗരവമായി പരിശോധിച്ച് തന്നെ മുന്നോട്ട് പോകൂ, അതുകൊണ്ട് തന്നെ പിൻവലിക്കും എന്ന നിലയിലേക്കൊക്കെയുള്ള ഉറപ്പ് നൽകിയിരുന്നു എന്ന് തന്നെയാണ് ബിഷപ്പ് വ്യക്തമായി പറഞ്ഞു വെച്ചത്.